അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയം ഒരു സിട്രൺ കാറ് വാങ്ങിയിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് പെട്രോൾ ഒഴിച്ച് ഓട്ടി അതിൽ നിന്നാണ് ഡൈനാമോ ഓട്ടിച്ചത്. ഒരു തരം പ്രാകൃത രൂപത്തിലുള്ള ഒരു വ്യവസായ പ്രൊഫസർ എസ് കുപ്പൻ നായർ, എം ലീലാവതിയും ഇവർ രണ്ടുപേരുമാണ് മലയാളം എന്നെ പഠിപ്പിച്ചത്. അവരുടെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായി. വെള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നൊക്കെ പറയുമ്പോൾ ലീലാവതിയമ്മ, ആശാൻ ആശയഗംഭീരൻ എന്ന് പറയുമ്പോൾ പുത്തന്നായ അതിൽ ഒരു തുള്ളി വെള്ളത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഇത്ര ചോദ്യം ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം. ഒരു തുള്ളി വെള്ളത്തിൽ എത്ര അണുക്കളുണ്ട്? അധ്യാപകന്മാർ മുഴുവൻ വർക്കിംഗ് സയൻറ്റിസ്റ്റ്, അവർ ഓരോ ദിവസം അവർ ചെയ്ത വർക്കാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കും ഇല്ല, ലൈബ്രറി ഇല്ല, പുസ്തകം അത് കേട്ടില്ല, സ്കൂൾ ബാഗ് ഫ്രീ ക്യാമ്പസ്. അത്രയില്ല. സാറിൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരത്തിലൊരു കൗതുകമുണ്ടാകാൻ, ആഭിമുഖ്യം ഉണ്ടാകാൻ, സാഹിത്യത്തിനോടോ എഴുത്തിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാറിൻ്റെ ചെറുപ്പകാലത്തെ ആ പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യും. പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഓർമ്മകൾ, യെസ്. അതിൽ ഏറ്റവും എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നത് കവളപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ഏറ്റവും പ്രധാനം കത്തിയാണ്. കവളപ്പാറ കത്തി എന്ന് പറയും, കട്ട്ലറി. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ കത്തി കച്ചവടത്തിൽ ആണ് ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുമ്പ് വാങ്ങിക്കൊണ്ടിരും. അത് പതം കാച്ചും, അത് ഷേപ്പ് ചെയ്യും, ഫോർജ് ചെയ്യും, ടെമ്പർ ചെയ്യും, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യും. ഒരു തരം പ്രോസസ്സിൽ കൂടെ ഒരു എൻജിനീയറിങ് പ്രോസസ്സ് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഇതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്കും അറിയില്ല, ഇത് പറഞ്ഞു തരാൻ ആർക്കും അറിയുന്നില്ല. പക്ഷെ എങ്ങനെ ഒരു ഇരുമ്പ് കഷ്ണം ഒരു കത്തിയായി വരുന്നു എന്നുള്ളത്. കറിക്കത്തിയാണോ? കറിക്കത്തി, ചെറിയ പേനക്കത്തി, മറ്റേ ടേബിൾ നൈഫും, ഇത് രണ്ട് എല്ലാതരം കത്തിരികളും ടാപ്പിംഗ് നൈഫും കട്ട്ലറി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഗാർഡൻ ഇംപ്ലിമെൻറ്റ്സ് അടക്കം. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അപ്പോൾ അതിന് സയനൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കണം. അപ്പോൾ നിക്കൽ പ്ലേറ്റിംഗ് എങ്ങനെയാണ് നടത്തണമെന്ന് ഞാൻ 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പോയി നിന്നിട്ട് ഈ കത്തി വെള്ളത്തിൽ ഇങ്ങനെ ചെമ്പ് കമ്പിയിൽ കെട്ടിത്തൂക്കും, എന്നിട്ട് ഡൈനാമോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സ്, അതായത് ഒരു ടെക്നോളജിക്കൽ പ്രോസസ്സ് കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിലൊരു രസമുണ്ട്. ഈ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയം ഒരു സിട്രൺ കാറ് വാങ്ങിയിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് പെട്രോൾ ഒഴിച്ച് ഓട്ടി അതിൽ നിന്നാണ് ഈ ഡൈനാമോ ഓട്ടിച്ചിരുന്നത്. അങ്ങനെ ഒരു തരം പ്രാകൃത രൂപത്തിലുള്ള ഒരു വ്യവസായ ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പ്രൊഫസർ പറഞ്ഞപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ പ്രൊഫസർ ശങ്കരവാര്യരോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ കോളേജിൽ ഇതൊന്നും ചെയ്യൽ പതിവില്ല, ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സാധനം കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ചെയ്തു തരാം. ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ മുക്കാലുകൾ, അതായത് പൈസയ്ക്ക് മുമ്പുള്ള 4 മുക്കാലാണ് ഒരു അണാന്നോ മറ്റേ കണക്ക്, അത് ഞങ്ങൾ ഇതിലിട്ടിട്ട് നിക്കൽ പ്ലേറ്റ് ചെയ്തു. നിക്കൽ പ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ സിൽവർ പ്ലേറ്റും ചെയ്യാമെന്ന് പറഞ്ഞു. സിൽവർ ക്ലോറൈഡ് കൊണ്ടും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ഇലക്ട്രോ മെറ്റാലിക് ഡെപ്പോസിഷൻ കണ്ടപ്പോൾ എനിക്കിത് തോന്നി, ഇത് പഠിക്കണമെന്ന്. അത് കഴിഞ്ഞ് VRC പോയപ്പോൾ ഇലക്ട്രോ കെമിസ്റ്റ് ഡോക്ടർ AK സുന്ദരം ഇൽക്കോവിക് ഇക്വേഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ഈ രംഗത്തേക്ക് വരാനുള്ള ഒരു വാസന ഉണ്ടായത്. പിന്നെ എഴുത്തിൻ്റെ കാര്യം പറയാൻ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും എഴുതാൻ വലിയ താല്പര്യമൊന്നുമില്ല. പരീക്ഷയ്ക്കുള്ള എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. കോളേജിൽ പോയപ്പോൾ പ്രൊഫസർ S ഗുപ്തൻ നായർ, M ലീലാവതിയമ്മ, ഇവർ രണ്ടുപേരുമാണ് മലയാളം എന്നെ പഠിപ്പിച്ചത്. അവരുടെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഗുപ്തൻ നായരുടെ ക്ലാസ്, ലീലാവതിയമ്മയുടെ ക്ലാസ് വിക്ടോറിയ കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒട്ടും എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. ഒറ്റ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിൽ. 60-64 കാലഘട്ടത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. ലീലാവതി ടീച്ചറെ എപ്പോഴും കാണാറുണ്ടോ? കാണാറുണ്ട്. അവരുടെ വാക്കുകൾ ഇപ്പോഴും ഓർമ്മ വരും. എന്താണ് ഓർത്തിരിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ? വറ്റാത്ത വശ്യത എന്നേ അവർ പറയൂ. വശ്യത എന്ന് പറയില്ല, എൻ്റെ മുമ്പിൽ വറ്റാത്ത വശ്യ,
ഇൻഎക്സോസ്റ്റിബിൾ. ഗുപ്തൻ നായർ പിന്നെ കുറച്ചുകൂടി എന്താണ് പറഞ്ഞത്, ഒരു ഗംഭീരമായിട്ടുള്ള കുറച്ചുകൂടി പണ്ഡിതോചിതമായ ഭാഷയാണ് അദ്ദേഹത്തിന്. ഇവരുടെ ലളിതസുന്ദരമായ ഭാഷയാണ്. ഓ, വെള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നൊക്കെ പറയുമ്പോൾ ലീലാവതി അമ്മ അതിൽ വരും. ആശാൻ ആശയഗംഭീരൻ എന്ന് പറയുമ്പോൾ ഗുപ്തൻ നായർ അതിൽ വരും. അപ്പോൾ ആശാൻ്റെയും വെള്ളത്തോളിൻ്റെയും തലമുറകളിലുമായിട്ട് സംവദിക്കാനില്ല. പിന്നെ അവർ ഞങ്ങൾക്ക് പേഴ്സണൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതായത് ദേ വിൽ ഹെൽപ്പ് മീ, യു റീഡ് ദിസ്, അങ്ങനെ ഒരു ട്യൂട്ടറിങ് കൂടി കിട്ടാനുള്ള ഇത് കിട്ടി. BARCയിൽ ഇൻ്റർവ്യൂവിന് പോയതിനെ പറ്റി പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒരു ജോലിയായിരുന്നോ അതോ ഒരു കോഴ്സായിരുന്നോ? ട്രെയിനിങ് ഇസ് കോഴ്സ്. അപ്പോൾ അതൊരു ഒരു ഒരു 1 ഇയർ കോഴ്സാണോ അതോ? എക്സാക്ട്ലി 1 ഇയർ കോഴ്സ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റിയും ഇൻ്റർവ്യൂവിലുണ്ടായ അദ്ദേഹം ചോദിച്ച ഒരു പ്രശസ്തമായ ചോദ്യം സാറ് എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്. അതും അതുപോലെ തന്നെ ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസും എന്താണ് ബാക്കിയുള്ള ഒരു കോളേജിൽ PGക്ക് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തത ആ ഒരു വർഷത്തെ കോഴ്സിന് എന്തായിരുന്നു? അതിൽ നിന്ന് അതിനെപ്പറ്റി ഒന്ന് എലാബറേറ്റ് ചെയ്യുമോ? ഇത് BRCയുടെ ട്രെയിനിങ് സ്കൂൾ തുടങ്ങാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ള ബിരുദധാരികളൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന ഹോമി ബാബയുടെ ഒരു തീരുമാനം കൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 1 ഇയർ കോഴ്സാണ്. ഡോക്ടർ KK ദാമോദരനായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. എങ്ങനെയാണ് സാർ ഇത് അറിഞ്ഞത്? ഇത് എല്ലാ പേപ്പറിലും ദേശീയ പത്രങ്ങളിലെല്ലാം പ്രചാരത്തോടു കൂടി അറിയിക്കും. BRCയിൽ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ IASൻ്റെ അതേ ഗ്രേഡിലാണ് നിങ്ങളുടെ ജോലി, അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവരും അറിയും. ഞാനും പോയതിൻ്റെ കൂടെ രസം അങ്ങനെയല്ല, ഞാൻ പോയത് എൻ്റെ പ്രൊഫസറുടെ കൂടെയാണ്. അപ്പോൾ അന്നത്തെ ലാസ്റ്റ് ബാച്ചായിരുന്നു അത്. നിങ്ങളുടെ ഡിഗ്രി BSc ആയാലും ശരി MSc ആയാലും ശരി ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം എന്ന് മാത്രമേ അന്ന് റൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ BSc ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നില്ല. എൻ്റെ ബാച്ചോട് കൂടി അത് നിന്നു. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രൊഫസറും എൻ്റെ കൂടെ വന്നു. പ്രൊഫസർ എന്നല്ല, ട്യൂട്ടർ എന്നാണ് അന്ന് പറയുന്നത്. ഞങ്ങൾ വണ്ടിക്കാണ് വരേണ്ടത്. ഒലക്കോട്ട് നിന്ന് ഞങ്ങൾ കയറി ഉടനീളം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഒഴുകി. ഇന്ന ചോദ്യങ്ങൾക്ക് ഇന്ന ഉത്തരമാണ് പറയേണ്ടത്. ഐ വാസ് ട്യൂട്ടേഡ് കംപ്ലീറ്റ്ലി. ഞങ്ങൾ രണ്ടുപേരും വന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ആദ്യം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം എന്നെ ഇന്നതൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതും പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരത്താണ്, അദ്ദേഹത്തിൻ്റെ രാവിലെയും എൻ്റെ വൈകുന്നേരത്താണ് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ പോയി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചത് ഒരു ചോദ്യം മാത്രമേ ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ. ഞാൻ ഈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞു, ഒരു തുള്ളി വെള്ളത്തിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചു. ഇത്രേ ചോദ്യമുള്ളൂ. ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു തുള്ളി വെള്ളത്തിൽ എത്ര അണുക്കളുണ്ട്? ബോർഡിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ബോർഡിൽ പോയി. ബോർഡ് സാധാരണ കോളേജിൽ പഠിച്ചവർക്കൊക്കെ അവഗാഡ്രോ നമ്പർ അറിയും. അവഗാഡ്രോ നമ്പർ അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ml വെള്ളത്തിൽ ഒരു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ്. ഒരു തുള്ളി വെള്ളത്തിൽ എത്ര അണു ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 18 ml 6.03 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഒരു ml എന്താണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ പറയുന്ന ഒരു ml-ഉം 1 ഗ്രാമും തുല്യമാണ് എന്ന് സ്ഥാപിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ തുള്ളിയിലേക്ക് വരണ്ടേ, 20 തുള്ളി ഒരു ml ആവും നമ്മളങ്ങോട്ട് അനുമാനിക്കണം. ദാറ്റ്സ് കോൾഡ് എഞ്ചിനീയറിംഗ് അപ്രോക്സിമേഷൻ. 20 തുള്ളി ചേർന്നാൽ ഏതാണ്ട് ഒരു ml ഉണ്ടെന്ന് എന്താ ഇവിടെ ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിസ് ഈസ് എൻ അപ്രോക്സിമേഷൻ. ദേ വർ ഹാപ്പി വിത്ത് ദറ്റ് റിസൾട്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോക്സിമേഷൻ നടത്താനുള്ള കഴിവുണ്ടോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അല്ലാണ്ട് അവഗാഡ്രോ നമ്പർ നിങ്ങൾക്കറിയോ ചോദിച്ചാൽ അത് അറിയാത്ത ആരുമില്ല. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും അറിയാം അവഗാഡ്രോ നമ്പർ എന്താണെന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് കഴിഞ്ഞതിന് ശേഷം ഒരു ഇലക്ട്രോ കെമിസ്ട്രിയിലും എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ നിങ്ങൾക്ക് 1 മില്ലിമീറ്റർ ഗോൾഡ് കോപ്പറിൽ ഇത്ര വലിപ്പം ഇത് കണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിരുന്നു. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയൊരു കഷ്ണത്തിലാണ് പോണ സമയത്ത് ഒന്നുകിൽ DAT എന്ന് എഴുതിയിട്ടുണ്ടാവും, അക്കൗണ്ടിൽ പോയിട്ട് പൈസ മേടിച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. മറ്റേ സൈഡിൽ മെഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, മെഡിക്കലിന് പോകുമോ എന്നുള്ളത്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ മെഡെന്ന് കണ്ടു. മെഡിക്കലിൽ പോയി കഴിഞ്ഞു. എൻ്റെ പ്രൊഫസറിൽ DAT എന്നും കണ്ടു. അദ്ദേഹം DAT മേടിച്ചു. ഇതാണ് അതിൻ്റെ സംഭവം.
BRC ട്രെയിനിങ് സ്കൂളിൽ ചേർന്നപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അധ്യാപകന്മാർ മുഴുവൻ വർക്കിംഗ് സയൻറ്റിസ്റ്റാണ്. അവർ ഓരോ ദിവസം അവർ ചെയ്ത വർക്കാണ് നമ്മളെ പഠിപ്പിക്കുക. ആഴ്ചയിൽ ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ 2000 മാർക്കിൻ്റെ എക്സാമിനേഷനുണ്ട്. അതിൽ 1800 മാർക്ക് കിട്ടിയാലേ ഇതിൽ ചേരാൻ പറ്റും ഓഫീസറായിട്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് ജോലി തന്നു എന്ന് വരാം. അല്ലെങ്കിൽ TADA. അല്ല, ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 1 കൊല്ലം അതെ. താമസിക്കണം. പരീക്ഷ കഴിഞ്ഞും TADA. TAD എന്ന് മാത്രമല്ല, there is an undrawn saying, you should not be found anywhere near research institutes എന്ന് പറയാറുണ്ട്. ഇത് ഇവിടുന്ന് പോയാൽ TADA മാത്രം പോരാ, തിരിഞ്ഞു നോക്കരുത് ഒരു ഇവിടെ മാത്രമല്ല ഒരിടത്തും. എനിവേറെ അങ്ങനെ ഒരു ഇതുണ്ട്. ലൈബ്രറി ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും അവിടെ ഈ Refer ക്ലാസ്സിൽ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ട്. ടെക്സ്റ്റ് ബുക്കും ഇല്ല, ലൈബ്രറി ഇല്ല, ലൈബ്രറി ഇല്ല, പുസ്തകം അകത്ത് കയറ്റില്ല, പുസ്തകമില്ല, സ്കൂൾ ബാഗ് ഫ്രീ ക്യാമ്പസ്. അത്രയേ ഉള്ളൂ. അത് ആ പുസ്തകം ഇല്ല എന്നുള്ളത് 2-3 പുസ്തകങ്ങളുണ്ട്, റെഫറൻസ് ബുക്സ്. പക്ഷെ അതൊന്നും ഒരു ചോദ്യം അവർ ചോദിക്കില്ല. ഒരു ക്ലാസ്സിലെടുത്തത് മാത്രമേ ഉള്ളൂ. ഏതാണ്ടൊരു 30-40 അധ്യാപകന്മാരായിട്ട് ഒരു കൊല്ലത്തിൽ ഇടപെടും. ഇത്രയും പരീക്ഷയും എഴുതും, പ്രാക്ടിക്കൽസും ഉണ്ട്. പാഠപുസ്തകം അധ്യാപകരാണ്, അധ്യാപകർ അധ്യാപകർ ശാസ്ത്രജ്ഞർ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതുകൊണ്ടൊന്നും ഈ പഠനം കൊണ്ടൊന്നും ആരും ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു സീനിയറായിട്ട് രാവിലെ ഞാൻ ട്രെയിനിങ് സ്കൂളിൽ പഠിച്ചുകൊണ്ടെന്നല്ലടോ നമ്മൾ വന്നിരിക്കണത്. നമുക്കൊരു മൈൻഡ് സെറ്റ് കിട്ടി, നമുക്ക് തന്നെ ഒരു ഫീലിംഗ് തോന്നി നമ്മൾ സ്മാർട്ടാണെന്ന്. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് വന്നതാണ്. അല്ലാതെ അവിടെ പഠിച്ച ആ 1 കൊല്ലത്തെ അതിൻ്റെ വെളിച്ചത്തിലല്ല ഈ 40 കൊല്ലം നമ്മളിവിടെ ജീവിച്ചത്. പക്ഷെ ഒരു അതാണ് ആ ബാബ ഫോർമേഷൻ, ഒരു ഫോർമേഷൻ, ഒരു ടോട്ടലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നതിന് ശേഷം അതിൽ അതല്ല അതിൻ്റെ വേറെ. ഈ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് പാസ്സായിട്ടുള്ള ആൾക്കാർ മറ്റ് രംഗങ്ങളിൽ വളരെ പ്രശസ്തരായിട്ടുണ്ട്. അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ സെക്രട്ടറി ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും അഡ്മിനിസ്ട്രേഷനിലും ഇവിടുന്ന് 3-4 കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം മറ്റു രംഗങ്ങളിൽ വളരെ പ്രശസ്തരായിട്ടുണ്ട്. അപ്പോൾ അണുശക്തിയിൽ പൊന്തി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ വികരണം സംഭവിച്ചിട്ടുണ്ട്. അത് ബട്ട് ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. കോഴ്സിന് ശേഷം BRCയിൽ ചേരുന്നു. അപ്പോൾ ഹോമി ബാബയെ നേരിട്ട് കാണാനോ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് തലമൂത്ത ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആസ് എ യങ് സയൻറ്റിസ്റ്റ്. ഹോമി ബാബയെ ഒരൊറ്റ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഫംഗ്ഷനിൽ. അടുത്ത കൊല്ലം അദ്ദേഹം 1966 ജനുവരിയിൽ അദ്ദേഹം മരിച്ചു. 65-ലായിരുന്നു ഞങ്ങളുടെ ഗ്രാജുവേഷൻ. അപ്പോൾ ട്രെയിനിങ് സ്കൂൾ ഗ്രാജുവേഷൻ സെറിമണിക്ക് സർട്ടിഫിക്കറ്റ് ഹോമി ബാബ ആണ് കൊടുക്കുക. ആ നിലയ്ക്കാണ് ഞാൻ ഒന്ന് കണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് തരുക. പക്ഷെ അന്ന് എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയതെന്ന് വെച്ചാൽ വോട്ട് ഓഫ് താങ്ക്സ് നടത്താൻ എന്നെ വിളിച്ചു. കാരണം പ്രിൻസിപ്പൽ ഡോക്ടർ KK ദാമോദരൻ അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പറ്റില്ല, താൻ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഐ ഡിഡ് ദാറ്റ്. സോ ഐ കുഡ് ബി വിത്ത് ഹിം. പിന്നെ അദ്ദേഹം പാസേജ് ഓഫ് റേഡിയേഷൻ ത്രൂ മാറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്നതിൽ ആ ക്ലാസ്സിൽ ഞാൻ പോയിട്ട് ഇരുന്ന് പഠിച്ചു. 2 ദിക്കിലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ ഷോർട്ട് സ്പാനേ ഞങ്ങളുടെ പ്രൊഫഷനായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വന്നത് സാരാഭായിയാണ്. അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കൂടുതൽ സൗകര്യം കിട്ടിയിട്ടുണ്ട്. കാരണം അന്ന് MA വെള്ളോടിയായിരുന്നു അഡീഷണൽ സെക്രട്ടറി. അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസ് സാമൂതിരി കോവിലകത്തിലെ സമുദ്രം മാനായിരുന്നു. അപ്പോൾ അദ്ദേഹം സാരാഭായി അടുത്തടുത്തിരിക്കും ആ റൂമിൽ. അന്നാണ് ഈ അഗ്രോ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വന്നതും അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നു. വളരെയധികം അടുത്ത് കാണാൻ പറ്റി. എന്ന് മാത്രമല്ല, സാരാഭായി എക്സ്പോ 70 ജപ്പാനിൽ വന്നു. അവിടെ വന്ന് അദ്ദേഹം താമസിച്ചു. ഇതിലൊക്കെ നടന്ന് പെവിലിയനുകൾ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട്. PK അയ്യങ്കാർ ആദ്യത്തെ ആണവ വിസ്ഫോടനത്തിൻ്റെ ശില്പി തിരുവനന്തപുരത്ത്, അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇടകിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സം പോസ്റ്റ് ഷോട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്പ്ലോഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ക്രേറ്റർ ഉണ്ടാവും, അതിൻ്റെ ഷേപ്പും ഇതൊക്കെ പഠിക്കാൻ PK അയ്യങ്കാരുടെ കൂടെ ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ട്. പ്രസൻറ്റ് ചെയർമാൻ കക്കോട്കറുടെ കൂടെ. കക്കോട്കറാണ് എന്നോട് പറഞ്ഞത്, താൻ കുറേ കാലമായി ശാസ്ത്രമൊക്കെ ചെയ്തില്ലേ,
ഇനി ശാസ്ത്ര സാഹിത്യം ചെയ്യും, ഞാൻ മീഡിയ റിലേഷൻ സ്ഥാപിക്കാൻ പോവുകയാണ്, ശാസ്ത്രജ്ഞന്മാരെ മീഡിയക്കാരെ BRCക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചു. അതിൻ്റെ മേധാവിയായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും മീഡിയയും അധികമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്താനുള്ള ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ BRC വിസിറ്റ് ചെയ്തിട്ടുള്ള മിക്ക നൊബൽ പ്രൈസ് ആൾക്കാരും അന്ന് അവരെ കൊണ്ടുവരലും കൊണ്ടുവരും എൻ്റെ ചുമതലയായിരുന്നു. ആ നിലയ്ക്ക് അനവധി ശാസ്ത്രന്മാരായിട്ട് ഇടപഴകാനും അവരുമായിട്ട് 1-to-1 കറസ്പോണ്ടൻറ്റ് ഇരുന്ന് സംഭാഷണം നടത്താനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. APJ ആയിട്ട് അടുത്തിടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്ലോസ് ടീം എപ്പോഴും ഉണ്ടല്ലോ, YSR തുടങ്ങിയ ആളുകൾ. ഇവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി എന്തെങ്കിലും ഓർക്കുന്ന രസകരമായ ഓർമ്മകളുണ്ടോ? YS രാജൻ ആയിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും, മീറ്റിങ്ങുകൾക്കും. അദ്ദേഹം ഒരു മെറ്റാഫിസിക്സിലൊരു എക്സ്പെർട്ടാണ്. ഫിസിക്സിൻ്റെ കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടന്ന് തത്വശാസ്ത്രത്തിലും ധാർമ്മിക തലത്തിലൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. ഡോക്ടർ കലാം ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ശാസ്ത്രകഥ പറഞ്ഞു കൊടുക്കണം, ഞാനൊരു കഥ ആദ്യം തനിക്ക് പറഞ്ഞുതരാം, ഇതുപോലെ ഉണ്ടാക്കി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. വളരെ രസകരമായ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു വൈകുന്നേരം അദ്ദേഹം ഞങ്ങൾ VS രാജനും ഞാനും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബനിയനിൽ കുറേ തുളകൾ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇതിൽ തുളകൾ വളരെ, ദ്വാരങ്ങൾ അനവധി ഉണ്ടല്ലോ. ദ്വാരങ്ങൾ എത്രയുണ്ടെന്നുള്ളതല്ല പ്രധാനം, ഓരോ ദ്വാരത്തിൻ്റെ വ്യാസം എത്രയാണെന്ന് നോക്കണം. അതായത് വളരെ വലിയ വ്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇത് പോവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ലളിതമായിട്ട് പറയാനുള്ളൊരു കഴിവ്. പിന്നെ പെട്ടെന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് ഒരു തമ്മിലൊരു അന്തരമില്ല എന്നുള്ളത് സ്ഥാപിക്കാനുള്ള കഴിവുണ്ട്. അത് ഒരു കാന്തിക ശക്തിയാണ്. അത് വ്യക്തിത്വത്തിൻ്റെ ഒരു കാന്തിക ശക്തി എന്ന് പറയില്ലേ, അതാണ്. പ്രത്യേകിച്ചും രാജൻ ഇങ്ങനെ ഗംഭീരമായിട്ട് അവിടെ ഇരിക്കുമ്പോഴും ഇദ്ദേഹം വളരെ ലളിതസുന്ദരമായിട്ട് കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ തനി വെജിറ്റേറിയനാണ്. വിദേശ യാത്രകളൊക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടാവുമല്ലോ, പഠനത്തിനും റിസർച്ചിനും ഒക്കെ ആയിട്ട്, പോലെ ട്രെയിനിങ്ങിനും ഒക്കെ. ഏറ്റവും പ്രധാനമായിട്ട് നടത്തിയ വിദേശ യാത്രകൾ അവിടെ എന്തൊക്കെയായിരുന്നു? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്നൊന്ന് പറയാം. പ്രധാനമായിട്ടും അത് ഔദ്യോഗിക യാത്രയുടെ ഭാഗമായിട്ടാണ്. ഓക്രിഡ്ജ് നാഷണൽ ലബോറട്ടറി, ടെന്നസി, അറ്റോമിക് എനർജിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുന്ന അവിടുത്തെ ട്രെയിനിങ്ങിന് പോയി. ബ്രസീലിലെ ഗ്വാരപ്പാരി എന്ന് പറഞ്ഞിടത്ത് നാച്ചുറൽ റേഡിയേഷൻ കാണാൻ പോയി. കൊറിയൻ അറ്റോമിക് എനർജി കമ്മീഷനിലെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്. ഒരു കൊല്ലം അവിടെ ശാസ്ത്രം പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ജാപ്പനീസ് ഭാഷയിൽ എന്നുള്ളതായിരുന്നു ദൗത്യം. അത് സാരാഭായുടെ വലിയൊരു മോഹമായിരുന്നു. ഇന്ത്യയിൽ സ്പേസിലും അണുശക്തി രംഗത്തും നടക്കുന്ന കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയണം. എക്സ്പോയിൽ എല്ലാ ആൾക്കാരും വരും, അവർ നിന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് രോഹിണി മേനക എന്ന് പറഞ്ഞ അന്നത്തെ കുട്ടി റോക്കറ്റുകളുണ്ട്, അതിന് പെൻസിൽ റോക്കറ്റ് എന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ അവിടെ പോയി അവിടെ അങ്ങനെ നിൽക്കും, ആൾക്കാർ പറയും ഇതാണ് ഇന്ത്യയുടെ റോക്കറ്റ്. അപ്പോൾ അന്ന് ജപ്പാൻകാരുടെ ഉച്ചിനൂറ റോക്കറ്റുകൾ തന്നെ ഇതിലും വലുതാണ്. നമ്മൾ വളരെ ബാലിശമായിട്ടുള്ള സാധനമായിട്ട്, പക്ഷെ സാരാഭായിക്ക് അത് വളരെ പ്രധാനമായിരുന്നു. ഇന്ത്യയിൽ ഇതാണ്, നമുക്ക് സാറ്റലൈറ്റ് കൊണ്ടുവരണം, അതിന് സാമൂഹ്യമായ മറ്റേ ഏരിയൽ മോണിറ്ററിങ്, ഇതിനെല്ലാം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് വിഭാവനം ചെയ്തിട്ടാണ് ഇവിടെ സ്പേസ് അഗ്രോ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അത് സമൂഹത്തിന് ആവശ്യമുള്ള ശാസ്ത്ര കാര്യങ്ങളിലാണ് ഇന്ത്യ നടത്തണമെന്നുള്ളതാണ്. അതിന് വളരെ ഗംഭീരമായിട്ടൊരു പെവിലിയൻ അദ്ദേഹം ഡിസൈൻ ചെയ്തു. അതെല്ലാം കൂനിൻ്റെ രൂപത്തിലായിരുന്നു. ഈ മഷ്റൂം ഇവർക്ക് വലിയ പേടിയല്ലേ, അപ്പോൾ ഇദ്ദേഹം മഷ്റൂം മീഡിയത്തിൽ നല്ല കാര്യങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുക. ഫുഡ് റേഡിയേഷൻ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ളൊരു അലക് പദംസി എന്ന് പറഞ്ഞ ഒരു ഡിസൈനറാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം അവിടെ എക്സ്പോ 70 ഒസാക ജപ്പാൻ. അപ്പോഴാണ് ഹിരോഷിമയും നാഗസാക്കിയും ഉച്ചിനൂറി അങ്ങനെയുള്ള ജാപ്പനീസ് സ്ഥലങ്ങളും കണ്ടുപിടിക്കുക.
ഒരുപക്ഷെ അത് വലിയൊരു അനുഭവമായി. ഒരു കോയിൻസിഡൻസ് 2025 എക്സ്പോ ഒസാക്കയില. അപ്പോൾ എത്രയാണ് 1970 കഴിഞ്ഞിട്ടാണോ അത്? ആയിരിക്കുമല്ലോ. ഉം. അതെ. അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പെട്ടെന്ന് ആ ഒസാക്കയിൽ അത് ഏറ്റവും രസകരമായിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒസാക്കയിൽ കൂടെ യോദോ നദി പോകുന്നുണ്ട്. ആ യോദോ നദിയുടെ വക്കത്തുള്ള ഈ ചെറി ബ്ലോസം മരങ്ങളുണ്ടല്ലോ, ആ സാക്കുര, ആ അതിൽ കവികൾ കവിത എഴുതി തൂക്കും. ആ 4 വരി കവിതകൾ. ആ വൈകുന്നേരത്ത് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഓരോ കവി അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു കവിത വായിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കണ്ടിരിക്കുന്നത്.